മധ്യേഷ്യ യുദ്ധം കൊടുമ്പിരികൊള്ളവേ അപ്രതീക്ഷിത പ്രഖ്യാപനവുമായി ഇറാൻ. ഇസ്രയേലിനെതിരെ നടത്തിവന്ന സൈനിക നടപടികൾ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതായി ഇറാൻ സായുധ സേന ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. നെതന്യാഹുവിന് കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തു വന്നു. മധ്യേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. അതിനിടയിലാണ് അപ്രതീക്ഷിത പ്രഖ്യാപനവുമായി ഇറാൻ രംഗത്ത് വരുന്നത്. ഇസ്രയേലിനെതിരെ നടത്തിവന്ന സൈനിക നടപടികൾ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതിനായി ഇറാൻ സായുധ സേന ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതേസമയം ലെബനനിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണെങ്കിൽ മുമ്പത്തേക്കാൾ ഭയാനകമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് കടുത്ത ഭാഷയിൽ ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. തെക്കൻ ലെബനനിലും ദാഹിദ് പ്രദേശത്തും സയനിസ്റ്റ് ഭരണകൂടം നടത്തിയ ക്രൂരമായ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തങ്ങൾ മിസൈൽ ആക്രമണം നടത്തിയതെന്ന് ഇറാൻ സായുധ സേന ഖതം അൽ അൻബിയ സെൻട്രൽ ആസ്ഥാനം വഴി അറിയിച്ചു. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ നടത്തുന്ന ഈ ദുഷ്പ്രവൃത്തികൾക്കുള്ള വേദനാജനകമായ മറുപടിയായിരുന്നു തങ്ങളുടേതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ സംഘർഷം വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്ക ശക്തമായതോടുകൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇടപെട്ടത്. ഇസ്രയേലിനോടും ഇറാനോടും ഉടൻ വെടിനിർത്താൻ ട്രംപ് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചു. അമേരിക്കൻ പ്രസിഡന്റിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഇറാൻ തങ്ങളുടെ ആക്രമണം നിർത്തിവെക്കാൻ തയ്യാറായതെന്ന് ഇസ്രയേലി ഉദ്യോഗസ്ഥരും സൂചന നൽകുന്നുണ്ട്. സൈനിക നടപടികൾ നിർത്തിവെച്ചുവെങ്കിലും ഇതൊരു സ്ഥിരമായ സമാധാനമല്ലെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ലബനനിൽ ആക്രമണം തുടരുകയാണെങ്കിൽ അതിശക്തമായ പ്രത്യാക്രമണം നടത്തുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്കും ജനങ്ങളുടെ സമാധാനത്തിനും മുൻഗണന നൽകുമെന്നും ഒരു ഭീഷണിക്ക് മുന്നിൽ തല കുനിക്കില്ലെന്നുമാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാൻ വ്യക്തമാക്കിയത്. അതേസമയം ഇസ്രയേൽ തങ്ങളുടെ നിലപാടിൽ അയവ് വരുത്തിയിട്ടില്ലതാനും. തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരായ ആക്രമണം തുടരുന്നുവെന്നാണ് ഇസ്രയേൽ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇസ്രയേൽ ഇറാൻ സംഘർഷം ലോകരാജ്യങ്ങളെ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നതും. ഇറാനുമായി വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ഇസ്രയേൽ അന്താരാഷ്ട്ര തലത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെടുമെന്നും അത്തരമൊരു സാഹചര്യം ഉണ്ടാകാൻ അനുവദിക്കില്ലെന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.